സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ നമ്മുടെ ഇന്നത്തെ അതിഥി KCB മുൻ ഫുട്ബോൾ കോച്ച്, സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടീമിൻ്റെ കോച്ചായിരുന്ന രമേശാണ്. രമേശ് നമ്മൾ കഴിഞ്ഞ ദിവസം ലോകകപ്പ് ഫുട്ബോളിൻ്റെ ഫൈനലിന് മുമ്പ് നമ്മൾ രമേശുമായിട്ട് സ്പെയിനിനെ കുറിച്ചും അർജൻറ്റീനയെക്കുറിച്ചും നമ്മൾ സംസാരിച്ചിരുന്നു. ഏതായാലും ഫൈനൽ കഴിഞ്ഞു. ചിലർക്കെല്ലാം വളരെ ഏറ്റവും ഇഷ്ടപ്പെട്ട ടീമായിരുന്ന നമ്മുടെ പൊതുവിൽ ഫാൻസ് ഏറ്റവും കൂടുതലുള്ള അർജൻറ്റീനൻ ടീമിന് മെസ്സിക്ക് കപ്പ് കിട്ടാത്തതിൽ ഭയങ്കര സങ്കടമുണ്ട്. സ്പെയിനിൻ്റെ കളിയുടെ മികവിൽ ശരിക്കും നമുക്ക് എടുത്തു പറയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് രമേശിനോട് ചോദിക്കാനുള്ളത്, രമേശ്, ഈ താങ്കളൊരു കളി നിരീക്ഷകൻ എന്ന രീതിയിൽ ഈ ഫൈനലിൽ അർജൻറ്റീന ശരിക്കും അവരുടെ ആരാധകരെ തൃപ്തിപ്പെടുത്തുന്ന ഒരു കളി കളിച്ചോ? മറ്റു ചോദ്യങ്ങൾ ഞാൻ പിന്നാലെ ചോദിച്ചുകൊള്ളാം. ഓക്കെ, നമസ്കാരം. മെയിൻലി എൻ്റെ വ്യൂ ഓഫ് പോയിന്റിൽ അർജന്റീന മാക്സിമം അവരുടെ സ്പെയിനിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ബോൾ പൊസിഷൻ ആണ്. അതിനെ ഹൈ പ്രസ് ചെയ്തുകൊണ്ട് ഓവർകം ചെയ്യാൻ മാക്സിമം നോക്കിയിട്ടുണ്ട്. ചില മിക്കവാറും ടൈം ബോൾ പൊസിഷൻ സ്പെയിനിന് വെക്കാൻ പറ്റി. ആൻഡ് ഒരു 5, 6, 7 തവണ എങ്ങാണ്ട് സ്പെയിൻ പൊക്കി അടിക്കുന്നത് നമുക്ക് കാണാൻ പറ്റി. കാരണം എന്ന് പറഞ്ഞാൽ അത് റെയർ ആണ്. സാധാരണ അത്രയും ഹൈ പ്രസ്സിങ്ങും അത്രയും മീൻസ് സ്പേസ് ഇല്ലാതാവുമ്പോഴാണ് ഇവർ പൊക്കി അടിക്കത്തുള്ളൂ. അല്ലാതെ ലോങ് ബോൾ ഇവർ കളിക്കാറില്ല സ്പെയിന്. അപ്പം അർജന്റീന നല്ല കളി കളിച്ചു എന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം സ്കോർ 1-0 അല്ലാതെ ഡോമിനേറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഗോളൊന്നും അടിച്ചിട്ടില്ല. പക്ഷെ ബോൾ പൊസിഷനിൽ സ്പെയിൻ ഈസ് എക്സ്ട്രീം. മിഡ്ഫീൽഡ് ബാറ്റിലായിരുന്നു അത്. സ്പെയിൻ തന്നെ വീണ്ടും മിഡ്ഫീൽഡ് ബാറ്റിൽ അവർ ഡോമിനേറ്റ് ചെയ്യാൻ പറ്റി സ്പെയിനിന്. അപ്പോൾ അർജന്റീന ആരാധകർ ഉദ്ദേശിച്ച ഒരു കളി അവിടെ ആരാധകർക്ക് കൊടുക്കാൻ അർജന്റീനയ്ക്ക് കഴിഞ്ഞു എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. കാരണം അർജന്റീനയുടെ ശൈലി എന്ന് പറയുമ്പോഴത്തേക്ക് അറ്റാക്കിംഗ് ഫുട്ബോൾ ആണ്. അവര് ഗോൾ കൺസീവ് ചെയ്തിട്ട് വീണ്ടും കുറെ ഗോൾ അടിച്ച ഒരു ലെഗസിയാണ് അവർക്കുള്ളത്. അപ്പം ആരാധകർ 100% അറ്റാക്കിംഗ് ഫുട്ബോൾ, ഗോളുകൾ പ്രതീക്ഷിക്കും. മെസ്സിക്ക് ബോൾ കിട്ടുക. അപ്പൊ അത് ആരാധകർ പ്രതീക്ഷിക്കുന്നത് 100% ഏത് ആരാധകരായാലും അർജന്റീന ജയിക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെ ആഗ്രഹിക്കും. പക്ഷേ ഓൺ ഗ്രൗണ്ട് ഇറങ്ങുമ്പോൾ സ്പെയിൻ പോലത്തെ ടീമിന്റെ അടുത്ത് ബോൾ കിട്ടിയാലല്ലേ അറ്റാക്ക് ചെയ്യാൻ പറ്റും. അപ്പം ബോൾ നമുക്ക് കിട്ടിയാലും അത് റൊട്ടേറ്റ് ചെയ്തൊരു മെസ്സിയിലോട്ട് എത്തിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അപ്പൊ മെസ്സിയാണ് അതിന്റെ മാസ്റ്റർ ബ്രെയിൻ, അല്ലെങ്കിൽ ടോപ്പ് ക്ലാസ് ഒരു പ്ലേ മേക്കർ, അല്ലെങ്കിൽ ആ ഗെയിമിനെ കൺട്രോൾ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള. അപ്പം ആ മെസ്സിക്കുള്ള പാസസ് മാക്സിമം ബ്ലോക്ക്ഡ് ആയിരുന്നു. അതാണ് സ്പെയിന്റെ ടാക്ടിക്കൽ മൂവ്സ്. അപ്പം അതാണ് വേണ്ടത്. കാരണം ഇംഗ്ലണ്ടിന്റെ കളിയിൽ ഇംഗ്ലണ്ടിനോടുള്ള കളിക്ക് മെസ്സിക്ക് ബോൾ ഇഷ്ടം ബാക്ക് ടു ബാക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പൊ അത് സ്പെയിൻ ബ്ലോക്ക് ചെയ്തു. മെസ്സിക്ക് ഒരു ബോളും കിട്ടിയിട്ടില്ല. വളരെ സെക്കൻഡ് ഹാഫിൽ 1-2 ബോളെ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ അത്രമാത്രം ടൈറ്റ് ആയിട്ടായിരുന്നു മെസ്സിയുടെ പാസിംഗ് ലൈൻ ബ്ലോക്ക് ചെയ്തു. അപ്പം ഗെയിം ഡെഡ് ആയി അർജന്റീനയുടെ. അപ്പോൾ ചോദിക്കാനുള്ളത്, ഈ സ്പെയിൻ കളിച്ച ഗെയിം പൊസിഷൻ ഗെയിമാണോ? കൃത്യമായി പൊസിഷൻ ഗെയിമാണോ സ്പെയിൻ കളിച്ചത്? സ്പെയിൻ എന്ന് പറഞ്ഞാൽ സ്പെയിൻ ഇന്ന് വേൾഡിൽ ഏറ്റവും ബോൾ പൊസിഷൻ കീപ്പ് ചെയ്യുന്ന ഒരു ടീമായിട്ട് 100% പ്രൂവൺ ടീമാണ്. അവരുടെ ബോൾ പൊസിഷൻ പോലെ ഒരാൾക്കും ബോൾ പൊസിഷൻ ഇതുവരെ വേൾഡ് കപ്പിൽ വെക്കാൻ പറ്റിയിട്ടില്ല. കാരണം അവര് ഭയങ്കര ബോൾ പൊസിഷൻ ഡൊമിനേറ്റ് ചെയ്യാറുണ്ട്. അവർ കൃത്യമായി പൊസിഷൻ ഗെയിം കളിച്ചു അല്ലേ? അവർ കൃത്യമായി പൊസിഷൻ ഗെയിം കളിച്ചു. ബോൾ പൊസിഷൻ ഡോമിനേറ്റ് ചെയ്തു എന്ന് പറയാം. പറഞ്ഞോളൂ. കാരണം കൂടുതൽ നേരം അവരുടെ കയ്യിൽ ബോൾ ഹോൾഡ് ചെയ്ത് കളിച്ചു. അല്ലാതെ ഒരു 2, 3, 4 പാസ് കഴിഞ്ഞ് നേരെ അറ്റാക്കിങ്ങിലോട്ട് പോയി ബോൾ പൊസിഷൻ കളയുമല്ലായിരുന്നു. അവർ ബോൾ ഹോൾഡ് ചെയ്ത് അർജന്റീന ടീമിനെ ആ ബോളിന്റെ ബാക്കിൽ റൺ ചെയ്യിപ്പിക്കുമായിരുന്നു. അപ്പോൾ ശരിക്കും ഒരു വെർട്ടിക്കൽ ഗെയിമാണോ സ്പെയിൻ കളിച്ചത്? ടിക്കിടാക്കയല്ല, ഒരു വെർട്ടിക്കൽ ഗെയിമാണോ കളിച്ചത്? ലൈക്ക് മെയിൻലി അവരുടെ ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ ബോൾ പൊസിഷൻ നമ്മൾ ഹോൾഡ് ചെയ്യുക. അർജന്റീനയ്ക്ക് ബോൾ കിട്ടിയാലല്ലേ അവർ അറ്റാക്ക് ചെയ്യത്തുള്ളൂ. അപ്പൊ അത് മാക്സിമം കുറച്ചു. മെസ്സിക്ക് ബോൾ മെസ്സിക്കുള്ള പാസിംഗ് ലൈൻ എല്ലാം ബ്ലോക്ക് ചെയ്തു. അപ്പൊ അങ്ങനെ ഒരു ടാക്ടിക്കൽ ഗെയിം ആയിരുന്നു. അല്ലാതെ ഒരു ബോൾ കിട്ടി ഒരു 5-6 പാസ് ചെയ്ത് നേരെ അറ്റാക്കിന് പോകാതെ ബോൾ പൊസിഷൻ ഹോൾഡ് ചെയ്ത് മാക്സിമം അർജന്റീനയ്ക്ക് ബോൾ കൊടുക്കാതെ ഇരുന്നിട്ട് അവരുടെ അറ്റാക്കിംഗ് ബ്രേക്ക് ചെയ്യുമായിരുന്നു. അപ്പൊ ശരിക്കും മധ്യനിരയിലാണ് കളി നടന്നത് അല്ലേ?
മധ്യനിര എന്ന് പറഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. റോഡ്രി വാസ് ഔട്ട്സ്റ്റാൻഡിംഗ്. അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ പറഞ്ഞ പോലെ ഫാബിയാനും ഡാനി ഓൾമ അവർ പെർഫെക്റ്റ്ലി സപ്പോർട്ട് ചെയ്തു. പിന്നെ റോഡ്രി എന്ന് പറഞ്ഞാൽ അവിടെ ഏത് സൈഡിലും ബോൾ മൂവ് വരുമ്പോൾ അവിടെ പോയി വിൻ ചെയ്യുന്നുണ്ട്. നല്ല നല്ല കീ ബാറ്റിൽസ് പുള്ളിക്ക് വിൻ ചെയ്യാൻ പറ്റി. പിന്നെ പുള്ളിയുടെ ക്വാളിറ്റി ഓഫ് പാസസ് ഒരു ഓൾമോസ്റ്റ് 95% ഓഫ് പാസസ് വാസ് കറക്റ്റ്. പിന്നെ ആ ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നു പുള്ളിയുടെ. പിന്നെ മിഡ്ഫീൽഡ് ബാറ്റിൽ തന്നെയാണ് ഇമ്പോർട്ടന്റ്. ആ മിഡ്ഫീൽഡ് അവർ ഡോമിനേറ്റ് ചെയ്തു. അപ്പോൾ രമേശ് പറയുന്നത് റോഡ്രിയുടെ നിയന്ത്രണത്തിലായിരുന്നു കളി. ഏതാണ്ട് മുക്കാൽ ഭാഗവും ഏതാണ്ട് കളി 75% റോഡ്രിയാണ് നിറഞ്ഞു നിന്നത് അല്ലേ? റോഡ്രി ഡിസർവ് ചെയ്യുന്നു ബെസ്റ്റ് പ്ലെയർ ആയിട്ട്. മെയിൻലി ഫൈനലിലെങ്കിലും ബെസ്റ്റ് പ്ലെയർ ആയിട്ട് ഉറപ്പായിട്ടും ഡിസർവ് ചെയ്യുന്നു. കാരണം പുള്ളിയുടെ ഗെയിം റീഡിങ്, പുള്ളിയുടെ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ മെയിൻലി ആ ടീമിനെ കോമ്പാക്ട് ആയിട്ട് കളിപ്പിക്കാനും മെസ്സിക്ക് ഒരു ബോള് പാസ് ചെയ്യാൻ അനുവദിക്കാതെ കളിക്കാൻ പറ്റുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയൊരു ടാക്ടിക്സ് ആണ്. അതാണ് വേണ്ടത്. കളി ജയിക്കണമെങ്കിൽ മെസ്സിക്ക് ബോൾ കൊടുപ്പിച്ചായിരുന്നെങ്കിൽ ഒരു പക്ഷേ ചിലപ്പം സ്കോർ ഇതാവണം എന്നില്ല. കാരണം മെസ്സി അൺസ്റ്റോപ്പബിൾ ആണ്. മെസ്സിക്ക് ബോൾ കിട്ടിക്കഴിഞ്ഞാൽ മെസ്സിയെ പിന്നെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അത് അവർക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റി. അത് തന്നെ ഏറ്റവും വലിയ ടാക്ടിക്കൽ മൂവ്. കാരണം അവിടെ മെസ്സിക്കുള്ള പാസിംഗ് ലൈൻസ് എല്ലാം ബ്ലോക്ക് ചെയ്തു. അങ്ങനെ കട്ട് ഓഫ് ചെയ്തു എന്ന് തന്നെ പറയാം. പിന്നെ മെസ്സി മിഡ്ഫീൽഡും ഡിഫൻസിന്റെ ഇടയ്ക്ക് ബോൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറസ് ആണ്. അപ്പൊ അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഫൈനൽ മാച്ചിൽ ഉണ്ടായിട്ടില്ല. ഇപ്പൊ മെസ്സിയുടെ ഒരു ഇമ്പാക്ട് ആ ടീമിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിപ്പിക്കാൻ പറ്റില്ല. ആ പ്ലെയറിനെ അവർ കംപ്ലീറ്റ്ലി അയാൾക്ക് പോകുന്ന പാസിംഗ് എല്ലാം ബ്ലോക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് ചോദിക്കാനുള്ളത് രമേശേ, ഈ പറയുന്ന സ്കൊലോണി എന്ന് പറയുന്ന അർജന്റീനൻ കോച്ചിന് എവിടെയൊക്കെയാണ് പിഴവുകൾ സംഭവിച്ചത്? മെയിൻലി എന്താ പറയാ, സ്പെയിൻ പോലത്തെ ടീമിനെ അവര് പ്ലാൻ ചെയ്ത, എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ ഹൈ പ്രസ് ചെയ്തിട്ട് അവർക്ക് ബോൾ പൊസഷൻ മാക്സിമം ഡോമിനേറ്റ് ചെയ്യാതിരിക്കുക എന്നായിരുന്നു അവരുടെ സ്ട്രാറ്റജി. അപ്പൊ ഓൾമോസ്റ്റ് എന്റെ വ്യൂ ഓഫ് പോയിന്റിൽ ഓൾമോസ്റ്റ് അർജന്റീന അതിൽ സക്സസ് ആയിരുന്നു. അല്ലാതെ അവർ താഴെ ഇറങ്ങി നിന്ന് കംപ്ലീറ്റ് ഡിഫെൻഡിങ് അല്ല കളിച്ചത്. അതില് പറ്റിയ ഒരു പാളിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 10 മെമ്പർ ടീം ആവാൻ ഒരു റെഡ് കാർഡ് കിട്ടിയത് അത് ഭയങ്കര ക്രൂഷ്യലായി. പിന്നെ സ്പെയിൻ കംപ്ലീറ്റ്ലി ഡോമിനേറ്റ് ചെയ്തു. അതിന്റെ മുമ്പേ സ്പെയിൻ ഡോമിനേറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അർജന്റീന അതിനു വേണ്ടി മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിപ്പം നമുക്കിപ്പോ ആ കോച്ചിന്റെ പാളിച്ചെന്ന് പറയുമ്പോൾ ഇപ്പൊ അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം സ്പെയിനെ പോലെ ഒരു ടീമിന്റെ അടുത്ത് മെസ്സിയെ മെസ്സിയെ ഫ്രീ ആയിട്ട് വിടാൻ പറ്റാത്തത് സ്പെയിനിന്റെ സക്സസ് ആയിട്ടേ കാണാൻ പറ്റൂ. അല്ലാതെ അർജന്റീന ടീമിന്റെ പ്ലാനിങ്ങിന്റെ കുറവൊന്നുമല്ല. സ്പെയിൻ അങ്ങനത്തെ ഒരു ടീമാണ്. അപ്പം അതിനെ മെസ്സിയെ ബ്ലോക്ക് ചെയ്തു. അതായത് രമേശ്, ഇതിൽ 115-ാമത്തെ മിനിറ്റിലാണ് ആ ഗോള് വീഴുന്നത്. ആ ഗോള് 115-ാമത്തെ മിനിറ്റ് വരെ ഈ പറയുന്ന രീതിയിൽ സ്പെയിനിൻ്റെ അറ്റാക്ക്, അതായത് അർജന്റീനയുടെ ഗോളി മാർട്ടിനസിൻ്റെ സേവ് രമേശ് കണ്ടതാണ്, നമ്മളെല്ലാവരും കണ്ടതാണ്. ആ ഗോൾ കീപ്പർ അല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ മിനിമം ഒരു 5 ഗോളിനെങ്കിലും ഒരു തോൽവി ഉണ്ടാകില്ലായിരുന്നു. അങ്ങനെ വെറുതെ പാസിംഗ് ഗെയിം. മാർട്ടിനസ് ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു. മാർട്ടിനസിന്റെ ആ പെർഫോമൻസ് എന്ന് പറഞ്ഞു കാര്യം അവർ പെനാൽറ്റി കൊണ്ടെത്തിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് പോയത്. അവിടെയാണ് രമേശ് പറഞ്ഞ പോലെ അവർക്ക് ഒരു കളിക്കാരനെ നഷ്ടമായി പോയി, റെഡ് കാർഡ് കൊണ്ട് പുറത്തുപോയി. അവിടെയാണ് അവർ 10 പേരെ ചുരുങ്ങിയപ്പോഴാണ് അവർക്കൊന്നും, പിന്നീട് അവർ ബാക്കിയുള്ളവരെല്ലാം ഒരു പ്രതിരോധം തീർത്തു നിൽക്കുന്ന രീതിയിലാണ് കണ്ടത് സ്പെയിൻ്റെ അറ്റാക്കിന് മുന്നിൽ. അവിടെ നമുക്ക് മാർട്ടിനസിനെ നമുക്ക് അങ്ങനെ ഒരിക്കലും തള്ളിക്കളയാൻ കഴിയില്ല. ഏറ്റവും നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. എന്ത് പറയുന്നു അതിനെക്കുറിച്ച്? അയ്യോ, സംശയമില്ല. മാർട്ടിനസ് വാസ് ഔട്ട്സ്റ്റാൻഡിങ്. കാരണം ഒരു 20ഓളം അടി പോസ്റ്റിലുണ്ടായിരുന്നു സ്പെയിന്റെ. അപ്പൊ അതെല്ലാം കംപ്ലീറ്റ് പുള്ളിക്ക് സേവ് ചെയ്യാൻ പറ്റി. പിന്നെ 10 മെമ്പർ ആയപ്പോഴത്തേക്ക് പറഞ്ഞ പോലെ അർജന്റീന ടീം കംപ്ലീറ്റ് ഡിഫെൻസീവിലോട്ട് പോയി. ആ ഹൈ പ്രസിംഗും മിഡ്ഫീൽഡ് പ്രസിംഗ് ഒക്കെ കുറഞ്ഞു. പിന്നെ സ്പെയിൻ കംപ്ലീറ്റ്ലി ഡോമിനേറ്റ് ചെയ്തു. പിന്നെ അതിന്റെ ഇടയ്ക്ക് അതാ ഞാൻ പറഞ്ഞത്, സ്പെയിന് ഒരിക്കലും ഗോൾ അടിക്കാൻ വേണ്ടി ഫാസ്റ്റ് അറ്റാക്കിങ്ങിനൊന്നും ഒരിക്കലും പോയിട്ടില്ല. അവർ ബോൾ പൊസിഷൻ കീപ്പ് ചെയ്ത് വളരെ സ്ലോ ബിൽഡപ്പ്, പേഷ്യന്റ് ബിൽഡപ്പ് ആയിരുന്നു. അപ്പൊ അതില് ആ ഒരു എന്താ പറയാ, ഒരു ML ഒരു ക്രോസ് പെഡ്രോയ്ക്ക് മൈനസ് കൊടുത്തു. പെഡ്രോ ഫസ്റ്റ് ടൈം ക്രോസ് ചെയ്തു. വില്യംസ് അതും നല്ല ഒരു പ്രഷർ ബോൾ ആയിരുന്നു. കൂടുതൽ പ്ലെയർ ഉണ്ടായിരുന്നു. പുള്ളി വളരെ ഭംഗിയായിട്ട് ആ ബോൾ ബാക്കിലോട്ട് ഹെഡ് ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മുടെ സബ്സ്റ്റിറ്റ്യൂട്ട് പ്ലെയർ ഫെറൻ ടെറസ് 106-ാമത്തെ മിനിറ്റിൽ വന്ന് പുള്ളിക്ക് അത് ഗോൾ സ്കോർ ചെയ്യാൻ പറ്റി. അപ്പൊ അതൊരു ഒരു ഒരു എന്ന് പറഞ്ഞാൽ ഇപ്പം വളരെ സ്ലോ ആയിട്ട് കളിച്ച് അവര് ആ ലാസ്റ്റ് എന്തുവാ പറയുന്നത്, ഹാഫ് ടൈമിൽ അല്ല മീൻസ് ലാസ്റ്റ് മൊമെന്റിൽ ഗോൾ അടിച്ച് അത് അവർക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റി.
മാർട്ടിനസ് 100% വൺ ഓഫ് ദി ബെസ്റ്റ് ഗോൾ കീപ്പർ ആയിട്ട് തന്നെ പ്രൂവ് ചെയ്യുന്നുണ്ട്. സെയിം ടൈം നമ്മുടെ സിമോൺ ഓൾസോ ഭയങ്കര അടിപൊളി ഗോൾ കീപ്പറാ. കാരണം ഒരു ഒരു മൊമെന്റ് ഉണ്ടായിരുന്നു, മെസ്സിക്ക് ഒരു ത്രൂ ബോൾ കിട്ടിയായിരുന്നു. അപ്പം അത് ഓൾമോസ്റ്റ് നമ്മുടെ സെന്റർ ലൈനിന് ഇച്ചിരി മുമ്പോട്ട് കടന്ന സമയത്താണ് ആ ഏരിയയിലൊന്നും ഒരു ഗോൾ കീപ്പർ അഡ്വാൻസ് ചെയ്ത് വരാറില്ല. അപ്പം പുള്ളി അത് അതും പോലും വന്ന് വിൻ ചെയ്തായിരുന്നു, അല്ലെങ്കിൽ മെസ്സി അത് ഗോൾ ആക്കിയേനെ. കാരണം ആ സ്ക്രീനിൽ മെസ്സിയെ മാത്രമേ ഉള്ളൂ. നമ്മൾ വിചാരിച്ചു മെസ്സിന് ബോൾ എടുത്തിട്ട് ഫിനിഷ് ചെയ്യുന്നു, പക്ഷെ അവിടെ സിമോൺ ഗോൾ കീപ്പർ അവിടെ എത്തിയിരുന്നു. അപ്പം ഗോൾ കീപ്പേഴ്സ് രണ്ടും ഔട്ട്സ്റ്റാൻഡിങ് ആയിരുന്നു. മാർട്ടിനസ് ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ലൈക്ക് അല്ല, അങ്ങനെയല്ല, മീൻസ് അത്രയും സേവ് ചെയ്തു, അല്ലെങ്കിൽ ചിലപ്പം സ്കോർ 2-0 ആവായിരുന്നു. നമ്മൾ ഇതിൽ പറയാതെ പോകുന്ന ഒരു പേര്, മനഃപൂർവ്വം നമ്മൾ പറയാതെ പോകുന്നതല്ല, യമാൽ എന്ന പുതിയ ആ യങ്സ്റ്റർ ആയിട്ടുള്ള പ്ലെയർ, ലാമിൻ യമാൽ. ആ യമാൽ ഏറ്റവും അദ്ദേഹത്തിൻ്റെ പ്രതിഭ നമ്മൾ ഒത്തിരി സമയം ആ പ്രതിഭയുടെ മിന്നലാട്ടം നമ്മൾ ഒത്തിരി സമയം നമ്മൾ കണ്ടതാണ്. എന്ത് തോന്നുന്നു ലാമിൻ അമാലിനെ കുറിച്ച് പറയാനാണെങ്കിൽ? ലമീൻ യമാൽ സത്യം പറഞ്ഞ ഫൈനലില് ഏറ്റവും ബെറ്റർ പെർഫോമർ പുള്ളിയായിരുന്നു. ഈവൻ ഇപ്പൊ നമ്മളിപ്പോ മെസ്സി ഔട്ട്സ്റ്റാൻഡിങ് ആൻഡ് ടോപ്പ് ക്ലാസ് പ്ലെയർ ആണ്, പക്ഷെ അന്നത്തെ ദിവസം യമാലായിരുന്നു ബെറ്റർ. പുള്ളി നല്ല ക്രിയേറ്റീവ് മൂവ്സ് ഉണ്ടായിരുന്നു, ട്രിബിളിംഗ് ഉണ്ടായിരുന്നു, പിന്നെ ചില ബോൾ ഡിഫെൻഡ് ചെയ്യുന്ന കണ്ടു. പിന്നെ മെയിൻലി 19 വയസ്സുള്ള ഒരു പ്ലെയർ ആണ് പുള്ളി. യൂറോപ്യൻ കപ്പ് ചാമ്പ്യൻഷിപ്പുമായി, വേൾഡ് കപ്പ് ചാമ്പ്യൻഷിപ്പുമായി, അതൊക്കെ എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ കഴിവും. പിന്നെ നമ്മളിപ്പം പുള്ളി ഔട്ട്സ്റ്റാൻഡിങ് പ്ലെയർ ആണ്, പക്ഷെ നമ്മളിപ്പം സ്പെയിനിന്റെ കോച്ചിനെ പറ്റി പറയുമ്പോൾ, ലൂയിസിനെ പറ്റി പറയുവാണെങ്കിൽ, പുള്ളിയുടെ ടീമിലെ യങ്സ്റ്റേഴ്സിനെ ഭയങ്കരമായിട്ട് ബിലീവ് ചെയ്യുന്നുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട്സിനെ ഭയങ്കരമായിട്ട് തീർച്ചയായിട്ടും, ബിലീവ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും. കാരണം അതിന്റെ നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏറ്റവും യങ്ങസ്റ്റ് പ്ലെയർ സ്പെയിനിലെ പ്ലെയർ ആണ്. പിന്നെ അതേപോലെ റോഡ്രിയെ ചേഞ്ച് ചെയ്തു എക്സ്ട്രാ ടൈമിൽ. നമ്മുടെ സ്പെയിനിന്റെ ടോപ്പ് ക്ലാസ് ഡിഫൻഡർ ലപ്പോർട്ടെ വരെ ചേഞ്ച് ചെയ്തു. കാരണം കാരണം ആ ഒരു വിശ്വാസമാണ്. ആ മീൻസ് ആ ടയർഡ് ലെഗ്സിനെ മാറ്റി യങ് ക്വാളിറ്റി പ്ലേയേഴ്സിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് ബെറ്റർ പെർഫോം ചെയ്യുമെന്ന് സമയാസമയം, പറഞ്ഞ് ഇത് രമേശ് പറഞ്ഞ പോലെ കറക്റ്റ് സമയത്ത് കാലുകൾക്ക് പിന്നെ ഈ ക്ഷീണം സംഭവിച്ച കളിക്കാരെ മാറ്റിയിട്ട് കറക്റ്റ് ടൈമിൽ അദ്ദേഹം സബ്സ്റ്റിറ്റ്യൂട്ടിനെ, അതായത് റിസർവ് ബെഞ്ചും അത്രയും നല്ല റിസർവ് ബെഞ്ച് പോലും അത്രയും നല്ല ടീമായിരുന്നു ഇത് ഇറങ്ങി. ഇപ്പോൾ ഈ പറയുന്ന സ്പാനിഷ് കോച്ച് അങ്ങനെയാണ് ആ ടീമിനെ. ഇത് 19 to 26, അതിനപ്പുറം വേറെ അധികം കളിക്കാർ ഏജ് ഓവറായിട്ടുള്ളവരില്ല അല്ലേ? കൃത്യമായി ഫ്രഷ് ആയിട്ടുള്ള കാലിനാണ് അതെ 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 സമയാസമയം അതെ അദ്ദേഹം ഇറക്കിയത്. പറഞ്ഞോളൂ. അതെ കറക്റ്റ്. കാരണം ആ പുള്ളിക്ക് ലൈക്ക് നമ്മൾ എല്ലാ ടീമിലും സബ്സ്റ്റിറ്റ്യൂട്ട് ബെഞ്ച് ഒക്കെ സ്ട്രോങ് ആണ്, പക്ഷേ ആ ക്രൂഷ്യൽ മൂമെന്റിൽ 1-0 ലീഡിൽ, അല്ലെങ്കിൽ ആ ഒരു ക്രൂഷ്യൽ മൂമെന്റിൽ ടോപ്പ് ക്ലാസ് പ്ലെയറിനെ ചേഞ്ച് ചെയ്യാനുള്ള ആറ്റിറ്റ്യൂഡ് പുള്ളിക്ക് ഉണ്ട്. അപ്പൊ നമ്മൾ ഇംഗ്ലണ്ടിന്റെ കളിയിൽ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ഹാരി കെയ്നെയൊക്കെയും ലൈക്ക് അന്ന് കംപ്ലീറ്റ് ഡിഫെൻഡിങ് ഗെയിം ആയിരുന്നു. അപ്പോൾ ഒരു യങ്സ്റ്ററിനെ ഇറക്കി വിടായിരുന്നു, കാരണം ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് തുടങ്ങുന്നത് തന്നെ ഹാരി കെയ്നിലൂടെയാണ്. അപ്പൊ അങ്ങനത്തെ മാച്ച് വെച്ച് നോക്കുമ്പോൾ ഈ നമ്മുടെ ലൂയിസ് സ്പാനിഷ് കോച്ച് ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു. അവരുടെ ബെഞ്ച് സ്ട്രെങ്ത്തിനെ, അല്ലെങ്കിൽ അവരുടെ യങ്സ്റ്റേഴ്സിനെ ഭയങ്കരമായിട്ട് ബിലീവ് ചെയ്യുന്നു. ഈവൻ ക്യാപ്റ്റനെ മാറ്റി, അപ്പൊ ഒരു ക്യാപ്റ്റൻ, മിഡ്ഫീൽഡിലെ ക്യാപ്റ്റനെ മാറ്റുക എന്ന് പറയുമ്പോൾ, അപ്പം അത്രയും യങ്സ്റ്റേഴ്സിനെ അല്ലെങ്കിൽ അവരുടെ ബെഞ്ച് സ്ട്രെങ്ത്തിനെ ബിലീവ് ചെയ്യുന്നുണ്ട്. അത് തീരുമാനം എടുക്കാനുള്ള സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനത്തെ ഒരു ചേഞ്ച്, അവിടെയാണ് എക്സ്പെഷ്യലി ഇൻ ദ സ്കലോണിക്ക് ഫൈനൽ മാച്ച്. അല്ലേ? അതെ, അവിടെയാണ് സ്കലോണിക്ക് പിഴവ് പറ്റിയത്. കാരണം അദ്ദേഹം സമയാസമയം അങ്ങനെ കൃത്യമായി കഴിഞ്ഞ കളികളിലെല്ലാം പകരക്കാരെ ഇറക്കിക്കൊണ്ടിരുന്ന സ്കലോണിക്ക് കൃത്യമായി പകരക്കാരെ സമയത്തിന് ഇറക്കാൻ കഴിഞ്ഞില്ല എന്ന് തോന്നുന്നുണ്ടോ? ഞാൻ പറയുന്ന അർജന്റീനൻ കോച്ചിന്റെ കാര്യമാണ്, സ്കലോണി. സ്കൊളോണിയും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പുള്ളിയും ഈ പറഞ്ഞ പോലെ കറക്റ്റ് ടൈമിൽ ചേഞ്ച് ചെയ്തിട്ടു. പിന്നെ ഫുട്ബോൾ മാച്ച് അല്ല, ഒരു ദിവസം നമുക്ക് ഇനിയിപ്പം മെസ്സിയെ പോലത്തെ പ്ലെയർ ഉണ്ടായിട്ട് പോലും ടീം തോക്കുക എന്ന് പറയുമ്പോൾ അത് ഒരു 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 ഷോക്കിംഗ് ആണ്. അപ്പം അത് ചില ദിവസങ്ങൾ അങ്ങനെയാണ്. അവിടെയും ചേഞ്ചസ് ഒക്കെ ചെയ്തിട്ടുണ്ട് കറക്റ്റ് ടൈമിന്. പക്ഷെ ഇതാണ് നമ്മൾ സ്പെയിനിന്റെ ബോൾ പൊസിഷന്റെ ഫ്രണ്ടിൽ ഒരു പക്ഷേ നമുക്ക് 11 പേരുണ്ടായിരുന്നെങ്കിൽ പിടിച്ചു നിൽക്കായിരുന്നു. ചിലപ്പം എനിക്ക് തോന്നുന്ന പെനാൽറ്റി ഷൂട്ട് ഔട്ടിൽ പോയേനെ. ആ 10 പ്ലേയേഴ്സ് ആയതായിരിക്കും അർജന്റീനയുടെ ഏറ്റവും വലിയ ഒരു, എന്താ പറയാ, ഒരു ഡ്രോബാക്ക്. അല്ലാതെ അർജന്റീന ടീം പെർഫോം ചെയ്ത വെച്ച് നോക്കിക്കഴിഞ്ഞാൽ സ്പെയിനിനെ മാക്സിമം പ്രസ് ചെയ്ത് അവരെ ഇച്ചിരി പാനിക് ആക്കിയായിരുന്നു. പിന്നെ അങ്ങനെ യാ. രമേശ് എന്തായാലും നമുക്ക് ഇതുകൂടെ സംസാരിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അതായത് 2010 സ്പാനിഷ് ടീം, അതായത് സ്പെയിൻ ലോകകപ്പ് നേടുമ്പോൾ ഇങ്ങനെ ഒരു കളി ശൈലി ഉണ്ടോ എന്ന് കളിയെ ആരാധിക്കുന്നവർ, കളി എഴുത്തുകാർ, കളിയുടെ സാധാരണക്കാരായിട്ടുള്ള പിന്നെ കളി കാണുന്ന ആൾക്കാരൊക്കെ തന്നെ അന്ന് സ്പാനിഷ് ഫുട്ബോളിനെ കുറിച്ച് ചോദിച്ചിരുന്നു, ഇങ്ങനെ ഒരു കളിശൈലി ഉണ്ടോ എന്ന്. എന്നാൽ ഇന്നിപ്പോൾ ഈ ഫൈനലിൽ
ഒരു പുതിയ കളി ശൈലി തന്നെയായിട്ട് സ്പെയിനിൻ്റെ ആ ഒരു കേളി ശൈലി മാറിയിട്ടുണ്ട്. അവിടെ ഏത് തരം കളിയുടെ ശൈലിക്കാണ് വിജയമുണ്ടായത്? താങ്കളൊരു കോച്ചാണ്, ഒരു കളിക്കാരനാണ്. ഈ ഫൈനൽ ഡേയിലെ വിജയം എന്ത് തരത്തിലുള്ള ഗെയിമിൻ്റെ ജയമാണ് ഉണ്ടായത്? നമ്മൾ മെസ്സി 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 എന്ന് നമ്മൾ പറയുമ്പോഴും ഫുട്ബോൾ എന്ന് പറയുന്ന ഒരു ടീം ഗെയിമാണ്. എൻ്റെ ഭാഗം ഞാൻ ഇത്രയും പറയുന്നുള്ളൂ, ഒരു ടീം ഗെയിമാണ് ഫുട്ബോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ടീം ഗെയിമിൻ്റെ ജയമല്ലേ നമ്മൾ കണ്ടത് എന്നൊരു ചോദ്യം ഞാൻ ചോദിക്കുന്നു. അതിനുള്ള ഉത്തരവും കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് സംസാരം അവസാനിപ്പിക്കാം. 100% ടീം ഗെയിമാണ്, ഇൻഡിവിജ്വൽ ഗെയിമേ അല്ല. കാരണം ഈവൻ അത് യമാലിലേക്ക് വന്ന് ഡിഫെൻഡ് ചെയ്യുന്ന കാണുമ്പോൾ നമുക്കറിയാം ആ ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണ് പുള്ളി ഡിഫെൻഡ് ചെയ്യാൻ വരുന്നത്. കഴിഞ്ഞ ഫൈനലിൽ പോലും ഒരു നല്ലൊരു ടാക്കിൾ ചെയ്തൊരു ബോൾ വിൻ ചെയ്തായിരുന്നു. അപ്പൊ അത് 100% ടീം വർക്കാണ്. അതിൽ സ്പെയിനിന്റെ ഈ വർഷത്തെ ടീം നോക്കിക്കഴിഞ്ഞാൽ അത്രയും ഫേമസ് ആയിട്ട് പണ്ട് ഇന്നിസ്റ്റ, സാവി എന്ന് പറഞ്ഞ ടോപ്പ് ക്ലാസ് പ്ലേയേഴ്സ് കളിക്കാറുണ്ട്. പക്ഷെ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ വലിയ പേരുള്ള പ്ലേയേഴ്സ് ആരും ഇല്ലായിരുന്നു. പക്ഷെ അവരുടെ അൾട്ടിമേറ്റ് ടീം എഫേർട്ടാണ് ഫൈനൽ കപ്പടിപ്പിച്ചത്, അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. പിന്നെ അവരുടെ ഡൊമിനന്റ് എന്ന് പറയുമ്പോൾ ഡോമിനേറ്റ് ചെയ്യുന്നുള്ള ബോൾ പൊസഷൻ എന്ന് പറയാൻ പറ്റത്തില്ല. അവര് ബോൾ പൊസഷനിലെ മാസ്റ്റേഴ്സ് ആണ്. അവർ ഒരിക്കലും വെപ്രാളത്തിൽ പോയി ഗോൾ അടിക്കണോ അല്ലെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് പോയി അറ്റാക്ക് ചെയ്ത് ഗോൾ അടിക്കണോ, അങ്ങനെയല്ല. ബോൾ പൊസഷൻ കീപ്പ് ചെയ്യാനുള്ള ക്വാളിറ്റി ഉണ്ട് ആ ടീമിനും. അവര് എത്രയോ വർഷങ്ങൾ ചിലപ്പോൾ ഒരുമിച്ച് കളിച്ചോ. അതാണ് ഏറ്റവും വലിയ നമ്മള് ടേക്ക് അവേ ലെസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോൾ പൊസഷൻ കീപ്പ് ചെയ്യാനുള്ള ക്വാളിറ്റി ഉള്ള പ്ലെയേഴ്സിനെ സ്പെയിൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അവരുടെ ശൈലിയിൽ അല്ലെങ്കിൽ അവരുടെ പ്രാക്ടീസിൽ അവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്ന ആ ബോൾ പൊസഷൻ കീപ്പ് ചെയ്ത് കളിക്കാൻ പറ്റണം. അങ്ങനത്തെ ക്വാളിറ്റി ഉള്ള പ്ലേയേഴ്സിനെ അവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ പ്ലേയേഴ്സ് ഈ ടീമിൽ വന്ന് കളിക്കുന്നുണ്ടാണ് ഇങ്ങനെയൊക്കെ പോസിബിൾ ആവുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ പോസിബിൾ ആവില്ല. ഫുട്ബോൾ എന്ന് പറയുന്നത് യൂത്ത് ഡെവലപ്മെന്റ് ഭയങ്കര സ്ട്രോങ് ആണ്. അതെ. അപ്പോൾ ഫുട്ബോൾ എന്ന് പറയുന്നത് ശരിക്കും ഒരു പൊസിഷൻ കീപ്പ് ചെയ്ത് കളിക്കേണ്ട ഗെയിമാണ്. ആ പൊസിഷൻ കൃത്യമായി കളിക്കാർ കീപ്പ് ചെയ്തു. അതുമാത്രമല്ല പാസിങ്ങിൻ്റെ കൃത്യമായി നമ്മൾ എത്ര പാസ് കൃത്യമായി കൊടുത്തെന്ന് ചോദിച്ചാൽ അത് കേട്ടാൽ നമുക്ക് ശരിക്കും ആ കളി ഇത്രയ്ക്ക് ഭയങ്കര മേന്മയുള്ള കളി ആയിരുന്നോ, ഇത്ര ഒത്തൊരുമ ഈ സ്പാനിഷ് ടീമിനുണ്ടായിരുന്നോ എന്ന് തോന്നിപ്പോകും. എന്ത് തോന്നുന്നു രമേശ്? 900 പാസസ് ചെയ്ത കറക്റ്റ് പാസസ്, 900 പാസസ് വേൾഡ് കപ്പ് ഫൈനലില്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയെന്ന് പറഞ്ഞാൽ അവരുടെ ഡിഫൻസ് എന്നൊക്കെ പറഞ്ഞാൽ പെർഫെക്റ്റ്ലി ഡിസിപ്ലിൻഡ് ആയിരുന്നു. അത് നമ്മൾ പറയാൻ വിട്ടുപോയി. ഏറ്റവും നല്ല ഡിഫൻസ് പറഞ്ഞോളൂ. ഒരു ഗോളാണ് കൺസീവ് ചെയ്തത്. ഒരു ഗോളാണ് ഈ ടൂർണമെന്റിൽ കൺസീവ് ചെയ്ത. പിന്നെ അത്രയും ഡിസിപ്ലിൻഡ് ആയിട്ട് അവർ കളിക്കുന്നത് പറഞ്ഞാൽ അത്രയും മാത്രം അവർ തമ്മിലുള്ള കോർഡിനേഷനും അവർ തമ്മിലുള്ള ചില സമയത്ത് രണ്ട് ഡിഫൻസിൽ നിന്നാണ് കളിക്കുന്നത്. മോളിൽ കയറിപ്പോയാലും അതിനെ തിരിച്ച് അവർ കോമ്പാക്ട്, അവരുടെ ബോൾ മിസ് ചെയ്യുമ്പോൾ കോമ്പാക്ട് ആവാനുള്ള അവരുടെ ടീം എഫേർട്ട്. അപ്പൊ ഈ നേരത്തെ പറഞ്ഞ പോലെ ആ ടീം മൊത്തം ഒരുമിച്ച് നിന്നില്ലെങ്കിൽ ഇതൊന്നും പോസിബിൾ ആവത്തില്ല. അപ്പൊ അത് എല്ലാം അവരുടെ അത്രയും കോമ്പാക്ട് ആയിട്ട് കളിക്കാനുള്ള, അവർ ബോൾ ഇല്ലാത്ത പെട്ടെന്ന് കോമ്പാക്ട് ആവുന്നു, പെട്ടെന്ന് ബോൾ വിൻ ചെയ്യുന്നു. അർജന്റീന ഒരു പക്ഷേ ഫൈനലിൽ അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കാൻ പറ്റാത്ത കാരണം എന്ന് പറഞ്ഞാൽ ഒന്ന് ബോൾ കിട്ടുന്നില്ല. ബോൾ കിട്ടിയാലും ഉടനെ തന്നെ ഇവർ വിൻ ചെയ്യുക. ഒരു 4-5 പാസിന്റെ മുകളിൽ ബോൾ ഹോൾഡ് ചെയ്യുന്നതിനെക്കാട്ടി മുമ്പേ ബോൾ വിൻ ചെയ്യുക. മെസ്സിയുടെ അടുത്തോട്ട് ബോൾ എത്തിക്കാൻ പറ്റുന്നില്ല. ഇതാണ് കാരണങ്ങൾ അർജന്റീനയുടെ അറ്റാക്കിംഗ് ഫുട്ബോൾ നമ്മൾ കാണാൻ പറ്റാത്ത, അല്ലെങ്കിൽ ആരാധകർക്ക് വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതായിരിക്കണം റീസൺ. കാരണം അത് സ്പെയിനിന്റെ ഒരു അഡ്വാൻറ്റേജോ അല്ലെങ്കിൽ സ്പെയിനിന്റെ ക്വാളിറ്റിനെ നമ്മൾ പറഞ്ഞു പോകാതെ പറ്റും. രമേശ് നമുക്ക് ഇതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. രമേശ്, അപ്പോൾ നമുക്ക് ഫുട്ബോൾ എന്ന് പറയുന്ന ഇതാണ് ഗെയിം എന്ന് പറഞ്ഞാൽ ഒരുമിച്ചുള്ളതാണ് കളി എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞു വെക്കുന്നത്, അല്ലെ? ഫുട്ബോൾ എന്നാൽ ഒരു ടീം വർക്കാണ്, ടീം ഗെയിമാണ് ഫുട്ബോൾ. അത് ആ ഒരു ഭാഷയാണ് സ്പെയിൻ നമുക്ക് നൽകുന്നത്, അല്ലെ? സത്യം, അതാണ് കറക്റ്റ്. ടീം വർക്ക്. യെസ്. അപ്പോൾ ഞാൻ പലതവണ രമേശിനോടും രമേശിൻ്റെ തന്നെ സുഹൃത്തുക്കൾ, നമ്മുടെ തന്നെ സുഹൃത്തുക്കളായിട്ടുള്ള കളി നിരീക്ഷകരും കളിക്കാരും കോച്ചും ഒക്കെ ആയിട്ടുള്ള സംസാരിക്കുമ്പോൾ നിങ്ങൾ തന്നെ പറയുന്നൊരു വാചകമുണ്ട്, ആ ദിവസം അവരുടേതായിരുന്നില്ല എന്ന്. ശരിയാണ്, അർജന്റീനയുടെ ഫൈനൽ ആയിരുന്നില്ല, ശരിക്കും സ്പെയിനിൻ്റെ ഫൈനലായിരുന്നു. സ്പെയിനിൻ്റെ മനോഹരമായ പുതിയ ഈ ഒരു കളി ശൈലി, ഈ ടീം വർക്ക് എന്ന് പറയുന്നത് ഫുട്ബോളിലെ പുതുമയല്ല, പക്ഷേ ഒരിക്കൽ കൂടി അരക്കെട്ട് ഉറപ്പിക്കുന്നു, ടീം വർക്കാണ് ഫുട്ബോൾ എന്ന് പറയിച്ചത് കൊണ്ട് മെസ്സി എന്ന താരത്തെ നിഷ്ഫലമാക്കി ഒരുപാട് വിഷമത്തോടെ. ഇപ്പം ഞാൻ രമേശിനോട് സംസാരിക്കുമ്പോഴും രമേശിൻ്റെ മനസ്സിൽ മെസ്സി എന്ന കളിക്കാരനോടുള്ള ആ ഒരു ഇഷ്ടം, അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിലുള്ള ആ ഒരു ഇത് ഒക്കെ ഞാൻ വായിച്ചെടുക്കുന്നുണ്ട്. ഏതായാലും കളിച്ചത് കളിയല്ല എന്ന് രമേശ് പറഞ്ഞില്ല. നമുക്ക് തുടർന്ന് ഇരിക്കാം. നമ്മോട് സംസാരിച്ചതിൽ നന്ദി. താങ്ക് യു.